നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിള്ളൽ രൂപപ്പെട്ട തിരുവേഗപ്പുറ പാലത്തിൽ അറ്റകുറ്റപ്പണികൾക്ക് നടപടിയാകുന്നു. 25 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് പാലത്തിൽ നടപ്പിലാക്കുക. ഹൈവേ റിസർച്ച് ടീമിന്റെ പരിശോധനാ റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രവൃത്തികൾ തുടങ്ങാനാണ് തീരുമാനം. ഇക്കഴിഞ്ഞ ഒക്ടോബർ 31-നാണ് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തൂതപ്പുഴയ്ക്ക് കുറുകെയുള്ള തിരുവേഗപ്പുറ പാലത്തിൽ തകർച്ച നേരിട്ടത്. പാലത്തിന്റെ മുകളിൽ സ്ലാബിനിടയിൽ വലിയ വിള്ളലാണ് രൂപപ്പെട്ടിരുന്നത്. ഇതോടെ പാതയിലൂടെയുള്ള ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിലവിൽ ചരക്ക് ലോറികൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്താണ് പാലത്തിന്റെ തകർച്ച പരിഹരിക്കാൻ 25 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. ഹൈവേ റിസർച്ച് ടീമിന്റെ പരിശോധനാ റിപ്പോർട്ട് ലഭ്യമാക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ആരംഭിക്കാനാണ് പൊതുമരാമത്ത് പാലം വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത്. പാലത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈവേ റിസർച്ച് ടീം ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പരിശോധന നടത്തിയത്. ഇതിനുശേഷമായിരുന്നു ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകുവാനുള്ള അനുമതി ലഭ്യമാക്കിയത്. അതേസമയം ചരക്ക് ലോറികൾക്കുള്ള നിയന്ത്രണം തുടരുകയും ചെയ്തു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയായിരുന്നു ഈ തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് അറ്റകുറ്റപ്പണികൾക്കുള്ള ഫണ്ട് ലഭ്യമാക്കിയിരിക്കുന്നത്. സ്ലാബിന്റെ തകർച്ച പരിഹരിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടപ്പാക്കാനാകും. ഇതോടൊപ്പം ഹൈവേ റിസർച്ച് ടീമിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങളും അടിയന്തരമായി പരിഗണിക്കാനാണ് ആലോചിക്കുന്നത്. പരിശോധനാ റിപ്പോർട്ട് ഉടൻ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പൊതുമരാമത്ത് പാലം വിഭാഗം അധികൃതർ. പട്ടാമ്പി പെരുമുടിയൂരിൽ ഗൃഹനാഥനെ പൂട്ടിയിട്ട് മോഷണ ശ്രമം. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പട്ടാമ്പി പെരുമുടിയൂർ പുതിയ ഗേറ്റിന് സമീപത്തെ റെയിൽപാതയ്ക്ക് സമീപത്ത് താമസിക്കുന്ന കൊടക്കാഞ്ചേരി അബൂബക്കറിന്റെ വീട്ടിലാണ് മോഷണശ്രമം ഉണ്ടായത്. കഴിഞ്ഞ അർദ്ധരാത്രി 1 മണിയോടുകൂടിയാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത്. അബൂബക്കർ രാത്രി പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ വാതിൽ പുറത്തുനിന്നും കുറ്റിട്ട നിലയിലായിരുന്നു. തുടർന്ന് ഫോണിൽ ഹാളിൽ കിടന്നുറങ്ങുകയായിരുന്ന ഭാര്യയെയും മറ്റുള്ളവരെയും വിളിച്ചുണർത്തുകയായിരുന്നു. വീട്ടുകാർ വന്ന് വാതിൽ തുറന്നു നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമരും കട്ടിളയും തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത്. വീടിനുള്ളിലെ അലമാറകൾ തുറന്ന നിലയിലായിരുന്നു. വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. അബൂബക്കറും ഭാര്യയും മക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന 9 പേരാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. മുൻപ് 2 തവണ വീട്ടിൽ മോഷണം നടന്നിരുന്നതായും സ്വർണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷണം പോയിരുന്നതായും വീട്ടുകാർ പറഞ്ഞു. തൊട്ടടുത്തിലൂടെ വീടിന് സമീപത്തുകൂടെ റെയിൽവേ ട്രാക്കുള്ളതിനാൽ ട്രെയിൻ കടന്നു പോകുമ്പോൾ വലിയ ശബ്ദവും കുലുക്കവും അനുഭവപ്പെടുന്നതിനാലും മോഷ്ടാവ് അകത്ത് കയറിയത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഞാൻ വാല് മൂത്രമൊഴിക്കാൻ നീച്ചതാണ്. മൂത്രമൊഴിക്കാൻ വാല് തുറന്നിട്ട് കണ്ടു. വാലിനെ അടച്ചിട്ടിരുന്ന് പെണ്ണുങ്ങളെ വിളിച്ച് വാല് തുറന്നിട്ട് ഞാൻ മൂത്രമൊഴിച്ച് പോകുമ്പോഴാണ് പിന്നെ വാലൊക്കെ തുറന്നിട്ടേ കണ്ടത്. അപ്പോഴാണ് ആൾ കടന്നിക്കണമെന്ന് മനസ്സിലായത്. പിന്നെ പിന്നിലത്തെ വായിൽ പോയി നോക്കുമ്പോൾ ചുമരും പൊളിച്ചിരിക്കണം, ജനലും പൊളിച്ചിരിക്കണം. പോലീസുകാർ വന്നു. അവർ നോക്കിയിട്ട് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണവുമായി NSS വിദ്യാർത്ഥികൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് പട്ടാമ്പിയിൽ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. തൃത്താല ആസ്പെയർ കോളേജിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു ഫ്ലാഷ് മോബ്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു ഫ്ലാഷ് മോബ് ഒരുക്കിയത്. താലൂക്ക് ഓഫീസിന്റെ സഹകരണത്തോടു കൂടിയായിരുന്നു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചടങ്ങിൽ തഹസിൽദാർ ടി.പി. കിഷോർ സംസാരിച്ചു. പരിഷ്കരിക്കുന്ന ശുദ്ധീകരിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ SIR-മായി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാ പൊതുജനങ്ങളും 2005 വോട്ടർ പട്ടികയിലുള്ള എല്ലാ പൊതുജനങ്ങളും അവർക്ക് BLOമാർ കൊണ്ടുവന്ന് തരുന്ന എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് അവരെ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. 2005 എല്ലാ വോട്ടർമാരെയും പുതുതായി പരിഷ്കരിച്ചു വരുന്ന വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്, BLOമാർ നിങ്ങൾക്ക് തരുന്ന ഫോം
നിർബന്ധമായും പൂരിപ്പിച്ച് BLOമാരെ തിരിച്ചേൽപ്പിച്ച് നിങ്ങളുടെ വോട്ട് ഉറപ്പുവരുത്തണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർമാരുമായോ അല്ലെങ്കിൽ താലൂക്കിൽ ഇതിനായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് ദൂരീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ BLOമാരുമായി ബന്ധപ്പെട്ടാലും ഇതിന്റെ സംശയ നിവാരണം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഭൂരേഖ തഹസിൽദാർ VP സെയ്ദ് മുഹമ്മദ്, മറ്റു ഉദ്യോഗസ്ഥർ, കോളേജ് അധികൃതർ തുടങ്ങിയവരും പങ്കെടുത്തു. തൃത്താല ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തീകരിച്ച മേഴത്തൂർ അംബേദ്കർ നഗർ റോഡ് ഉദ്ഘാടനം ചെയ്തു. 89 മീറ്റർ നീളം പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും 44 മീറ്റർ നാട്ടുകാരുടെ സഹകരണത്തോടെയുമായി ആകെ 133 മീറ്റർ നീളത്തിലാണ് പുതിയ റോഡിന്റെ നിർമ്മാണം. 10 അടി വീതി ഉണ്ടായിരുന്ന റോഡ് 15 അടിയോളമാക്കി വീതി വർദ്ധിപ്പിച്ചാണ് ആധുനിക രീതിയിൽ നവീകരണം പൂർത്തീകരിച്ചത്. മേഴത്തൂർ അംബേദ്കർ നഗറിനെയും സൗത്ത് തൃത്താല വിഷ്ണുപുരം റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ ഇരു ഗ്രാമങ്ങൾക്കും നവീകരിച്ച റോഡിന്റെ പ്രയോജനം ലഭിക്കും. വാർഡംഗം അലി പത്തിൽ ഉദ്ഘാടനം ചെയ്തു. AV നാസർ അധ്യക്ഷനായി. രാഘവൻ, സുധീഷ്, KP സ്വർണകുമാരി, പ്രദീപ്, CK അലി, നാട്ടുകാർ തുടങ്ങിയവരും പങ്കെടുത്തു. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവി റവാഡ A. ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACP C. പ്രേമാനന്ദ കൃഷ്ണന്റെ നേതൃത്വത്തിൽ ക്ഷേത്രവും പരിസരവും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലാക്കി പോലീസ്. ഏകാദശി വിളക്കാഘോഷത്തിന്റെ ഭാഗമായി DGP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. രാജ്യ തലസ്ഥാനത്തെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഗുരുവായൂരിലും സുരക്ഷ കർശനമാക്കാൻ പോലീസ് മേധാവി നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ രാത്രി മുഴുവൻ മഞ്ചുളാൽ പരിസരത്തും തൈക്കാട് ജംഗ്ഷനിലും പോലീസ് വാഹന പരിശോധന നടത്തി. ക്ഷേത്രത്തിനകത്തും പുറത്തും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട്. ഏകാദശി വിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് പരിശോധന നടത്തുന്നത്. ക്ഷേത്ര പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളും ഒറ്റപ്പെട്ട് കാണുന്ന ഭക്തരുടെ ബാഗുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ വട്ടേനാട് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കൂറ്റനാട് ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. സ്കൂളിൽ നിന്നാരംഭിച്ച പ്രകടനം കൂറ്റനാട് ബസ് സ്റ്റാൻഡിലെത്തി തിരികെ സ്കൂളിൽ അവസാനിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ അഞ്ജന, PTA പ്രസിഡന്റ് M. പ്രദീപ്, പ്രകാശൻ മാസ്റ്റർ, സംഘാടക സമിതി അംഗങ്ങളായ VP ജബ്ബാർ, AV ഫൈസൽ, രവി കൂനത്ത്, അജയൻ കൂറ്റനാട്, PTA കമ്മിറ്റി അംഗങ്ങൾ, SMC കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കുള്ള സ്കൂട്ടർ വിതരണം പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണകുമാർ അധ്യക്ഷനായി. 11.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അർഹരായ 10 പേർക്ക് സ്കൂട്ടർ നൽകിയത്. CDPO M. ഉഷ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ 63 പഠിതാക്കളെ അനുമോദിച്ചു. ബ്ലോക്ക് അംഗങ്ങളായ K. അനീഷ്, ധന്യ സുരേന്ദ്രൻ, MT ഗീത, K. റവോഫ്, KK ചന്ദ്രദാസ്, C. ഭാസ്കരൻ, ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഒരു മികവ്, ഒരു വ്യത്യസ്തത നിങ്ങളുടെ പഠനത്തിനുണ്ട്, നിങ്ങളുടെ വിജയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മികവാർന്ന വിജയം നേടിയിട്ടുള്ള മുഴുവൻ ആളുകളെയും 63 പേരെയും തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഹൃദയത്തോടെ അഭിനന്ദിക്കുന്നത്. തീർച്ചയായും ഈ വിജയം നിങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൂടുതൽ കരുത്തേകട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനും. പഠനം അവസാനിപ്പിക്കരുത്, ഭാഷകളെ സൂചിപ്പിച്ചു പഠനം അവസാനിപ്പിക്കരുത്. പഠനത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ല. ആളുകൾ പറയും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ചോദിക്കാറൊക്കെ അതൊക്കെ ഉണ്ടാവും. എന്തായാലും ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ, അവരവരുടെ പണിയെടുക്കാതെ കൂട്ടിയാൽ മതി. നമ്മൾ നമ്മുടെ പണിയെടുക്കുക, അല്ലെ? നമ്മുടെ പണിയെടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ തീർച്ചയായും നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്. നമ്മളൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
പറയിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പൗലോ പോലെ വേൾഡ് ഫേമസ് റൈറ്ററായിട്ടുള്ള പൗലോ പോലെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ ആ ആഗ്രഹം. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പട്ടാമ്പി AEO KT സുമതി നിർവഹിച്ചു. അധ്യാപകരുടെ സ്വാഗത ഗാനത്തോടെയായിരുന്നു ചടങ്ങ് ആരംഭിച്ചത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ജനപ്രതിനിധിയുടെ അഭാവത്തിലായിരുന്നു പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. പട്ടാമ്പി AEO KT സുമതി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കലയും അതുപോലെ തന്നെ സർഗാത്മക കഴിവുകളും മാറ്റിവെക്കുമ്പോൾ അതൊരു ആരോഗ്യകരമായ മത്സരമായി കണ്ടുകൊണ്ട് ഈ 4 ദിവസവും ഇനി നടക്കാൻ പോകുന്ന 4 ദിവസങ്ങളിലും എല്ലാവരും സഹകരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ത് തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നാലും അത് ഉടനെ തന്നെ അത് എല്ലാം നികത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സംഘടന നമ്മളുടെ ഇവിടെ തന്നെ ഉണ്ട്. അവരോട് പറഞ്ഞ് അത് കഴിയുന്ന വിധത്തിൽ പരിഹരിക്കാനുള്ള പ്രകോപനങ്ങളില്ലാതെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇവിടെ കണ്ടെത്തുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കുട്ടികളെ അതിന് വേണ്ട സമയത്തിന്, കാരണം ഓരോ സ്റ്റേജിലും രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും സമയത്തിന് എത്തിച്ചാൽ മാത്രമേ നമുക്ക് പറയുന്ന സമയത്തിന് എല്ലാ പരിപാടികളും കഴിഞ്ഞ് രാത്രിയോടുകൂടി നമ്മളെ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയും. ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക് അവരുടെ വീട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. അതുപോലെ നമ്മുടെ ഈ പരിപാടി ഏറ്റവും ഭംഗിയാവുന്ന ഒരു വിജയമാക്കി തീർക്കാൻ എല്ലാവരുടെയും സഹായ. കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ PTA പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. ബാലതാരം വസിഷ്ഠ മുഖ്യാതിഥിയായി. എനിക്ക് ഈ കലോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. ഞാനും ഇപ്രാവശ്യം അവിടുത്തെ ഒറ്റപ്പാലം സബ് ജില്ലാ കലോത്സവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് അധികമൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ചാക്യാർകൂത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് കിട്ടിയിട്ടുണ്ട്, ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും, കുറേ നല്ല എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരുടെയും ഐറ്റങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. നല്ലൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് കലോത്സവം എന്ന് പറയുന്നത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും ഒരുവിധം ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് കലോത്സവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പങ്കെടുക്കുക. ജയം തോൽവിയിൽ നിന്നല്ല, ഈ എക്സ്പീരിയൻസ് അത് നല്ല എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. സ്കൂൾ പ്രിൻസിപ്പൽ B സുരേഷ് കുമാർ, പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഇക്ബാൽ, BPC VP മനോജ്, VHSE പ്രിൻസിപ്പൽ T ഷാജിദ്, ശ്രീലത, റഷീദാബി, പ്രദീപ്, കലോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മത്സരങ്ങൾ തുടരുന്നു. നാളെ ജനപ്രിയ ഇനങ്ങളിലുള്ള മത്സരങ്ങൾ നടക്കും. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 2ാം നാളിലെ മത്സരങ്ങൾ രാത്രി വൈകിയാണ് സമാപിച്ചത്. 3ാം നാളിൽ രാവിലെ 11 വേദികളിലായാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. ലളിതഗാനം, ദേശഭക്തിഗാനം, സംസ്കൃതോത്സവം, അറബിക് കലോത്സവം, അഭിനയഗാനം, പദ്യം ചൊല്ലൽ, കഥ പറയൽ, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലായിരുന്നു മത്സരം. വികൃതികൾ കാട്ടി നടക്കുമ്പോൾ കുസൃതിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ വികൃതികൾ കാട്ടി നടക്കുമ്പോൾ മുറ്റത്തുള്ളൊരു മാവിൻ കുമ്പിൽ കണ്ടു കാക്കക്കൂടൊന്ന്. മുറ്റത്തുള്ളൊരു മാവിൻ കൊമ്പിൽ കണ്ടു കാക്കക്കൂടൊന്ന്.
കള്ളുപെറുക്കിയെടുത്തവനൂക്കിൽ കാക്കക്കൂട്ടിലെറിഞ്ഞപ്പോൾ കൂടുതൽ ജനപ്രിയ ഇനങ്ങൾ ബുധനാഴ്ച വേദിയിലെത്തും. കുച്ചുപ്പിടി, മോഹിനിയാട്ടം, കേരള നടനം, ബാൻഡ് മേളം, മാർഗംകളി, തിരുവാതിരക്കളി, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, ചവിട്ടുനാടകം, ഭരതനാട്യം, മോണോ ആക്ട്, കഥാപ്രസംഗം, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, സംഘഗാനം ഉൾപ്പെടെയുള്ള ഇനങ്ങളാണ് ബുധനാഴ്ച വേദിയിലെത്തുക. تسدون بصدوركم نيران الرصاصات اللهجار تكفيكم لقتال هائن وجبان اللهجار മേള മൂന്നാം നാൾ പിന്നിടുമ്പോൾ സ്കൂളുകൾ തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. ആതിഥേയരായ കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂൾ, നടുവട്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ, എടപ്പലം ഹൈസ്കൂൾ, പരുതൂർ ഹൈസ്കൂൾ, പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി മുന്നേറ്റം തുടരുകയാണ്. വ്യാഴാഴ്ച മേളയ്ക്ക് സമാപനം കുറിക്കും. വെള്ളിയാഴ്ച പ്രീ പ്രൈമറി കലോത്സവവും നടക്കും. بدوا في الظلام كبدر التمام أتينا لشارع كالهير شوقا हो नस्ल को जो शोहर की चाहत को समझे जी दौलत जो शोहर की चाहत को समझे जी दौलत निकाहत से दिखेंगी माल और सर को निकाहत से दिखेंगी माल और सर को जो गुजार होगी जो जिंदार होगी जो गुजार होगी जो जिंदार होगी save our planet and keep it green and blue. I'm sorting my waste in recycling bins. Cardboard, plastic waste, glass bottles and chains. We are friends and don't so tell you what to do. The pamasare mapadakala janam sadapamari satsare mapadakala janam dasadapamari satsare mapadakala janam
പരിമ പദ സദ പമരി സരിമ പദ കാലഹരണ. കോക്കൂർ HM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എടപ്പാൾ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തിരി തെളിഞ്ഞപ്പോൾ സ്വാദേറിയ ഭക്ഷണം ഒരുക്കി പാചകപ്പുര സജീവമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 5000 പേർക്കാണ് ഭക്ഷണം നൽകുക. സംഘാടക സമിതിയിലെ 50ഓളം പേരും NSS, SPC അംഗങ്ങൾ എന്നിവരുടെ സഹായത്തോടെ 5 കൗണ്ടറുകളിലായാണ് ഭക്ഷണ വിതരണം. പാചക വിദഗ്ധൻ തവനൂർ മണി പാലാട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഫുഡ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞു കോക്കൂർ, കൺവീനർ മുഹമ്മദ് ജലീൽ, ജോയിന്റ് കൺവീനർമാരായ രഞ്ജിത്ത് അടാട്ട്, അശ്വതി S, CS മനോജ് തുടങ്ങി ഭക്ഷണ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. തൃത്തല ഹൈസ്കൂൾ 1967-68 ബാച്ചിന്റെ 4ാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. മേൽവീട്ടിൽ വിജയരാഘവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഹൈദ്രോസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഹരിദാസ് ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചും ഭക്ഷണ രീതികളെക്കുറിച്ചും വ്യായാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു. പ്രാർത്ഥന തുടർന്ന് മൺമറഞ്ഞ അധ്യാപകരുടെയും സഹപാഠികൾക്കും നിത്യശാന്തി നേർന്നാണ് സംഗമം ആരംഭിച്ചത്. ചന്ദ്രശേഖരൻ ചടങ്ങിന് നന്ദി പറഞ്ഞു. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് മുഴുവൻ വിളക്കിന്റെ വിളക്കുപന്തലിന്റെ കാൽനാട്ടൽ നടത്തി. നവംബർ 29 ശനിയാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക്. അകമല ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘമാണ് വിളക്കു പാർട്ടി. വിളക്ക് കമ്മിറ്റി രക്ഷാധികാരി സുബ്രഹ്മണ്യൻ കടവാരത്ത്, പ്രസിഡന്റ് കുട്ടൻ ആലിക്കര, സെക്രട്ടറി ഭാസ്കരൻ ആലിക്കര, ട്രഷറർ PC ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി CV മണികണ്ഠൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.